മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്കായുള്ള തിരച്ചിൽ 9ാം നാളും തുടരുന്നു. 3 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചിട്ടും കടുവയെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കരുവാരക്കുണ്ട് മേഖലയിൽ വനംവകുപ്പിന്റെ പരിശോധന തുടരുമ്പോൾ ആശങ്കയിലാണ് പ്രദേശവാസികൾ. കരുവാരക്കുണ്ട് മേഖലയിൽ കഴിഞ്ഞ ദിവസം കടുവയെ നാട്ടുകാർ കണ്ടിരുന്നു. പ്രദേശത്ത് കൂട് സ്ഥാപിച്ച ഒരു ദിവസം പിന്നിടുമ്പോഴും നരഭോജി കടുവ കാണാമറയത്ത് തന്നെ. രാത്രി വൈകിയും വനംവകുപ്പ് സംഘം ഈ മേഖലയിൽ കടുവയ്ക്കായി തിരച്ചിൽ നടത്തിയിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും തിരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. തീർത്തും ജനവാസ മേഖലയായ സുൽത്താന എസ്റ്റേറ്റ് പരിസരത്താണ് ഇപ്പോൾ കടുവയുണ്ടെന്ന് സംശയം. പരിശോധനകൾ ഒരു ഭാഗത്ത് തുടരുമ്പോഴും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അറുതിയില്ല. വീടിന് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാനോ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. എൻ്റെ മുമ്പിൽ ബൈക്കിന് പോകുന്ന ആളാണ് ഇതിനെ കൃത്യമായിട്ട് കണ്ടത്. ഞാൻ എൻ്റെ തൊട്ട് പുറകെ നടന്നു പോരുന്നുണ്ടായിരുന്നു. ഞാനും അയപ്പെടേണ്ടതായിരുന്നു. പക്ഷേ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അവൻ കടന്നു പോയതുകൊണ്ട് കടുവ മടങ്ങായത്. 2 ദിവസമായിട്ട് കടുവ ഒഴിഞ്ഞു പോയിട്ടില്ല. ഇപ്പം ഇന്നലെ ഇവിടെ ഫോറസ്റ്റിൽ വന്ന് മദ്രസയിൽ കടന്നുകൂടാണ്. അപ്പോൾ ഇയാളൊക്കെ മലയിൽ തോട്ടല്ല ആളാണ്. അപ്പോൾ നമുക്ക് പേടി തന്നെ. കാരണം മരിച്ചിട്ട് എന്തിനാ കാസ്. നരഭോജി കടുവയെ പിടികൂടി ഉടൻ മാറ്റിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം ആരംഭിക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം. ആർഷക്കിനൊപ്പം ശ്രീകുമാരൻ, 24 മലപ്പുറം.